ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ വർഷം മുതൽ കുറേ ചേഞ്ചസ് എന്നിൽ തന്നെ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ മധുരമിടാതെ ചായ കുടിച്ചു തുടങ്ങി. ആദ്യമൊക്കെ എനിക്ക് കുറേ മധുരം വേണമെന്നില്ല, മധുരം ചേർത്ത ചായയാണ് കുടിക്കാറ്. പക്ഷെ നമ്മളിങ്ങനെ ചായ ഞാൻ കുറച്ച് അഡിക്ഷനായിട്ട് വരുന്നുണ്ട്. ചായ കുടിക്കൽ ശീലം ഒരു നേരം ആക്കണം. ഈവനിങ്ങിൽ കട്ട് ചെയ്തിട്ട് കാലത്ത് മാത്രം ചായ കുടിക്കാം. അത് ഞാൻ ഷുഗർ കട്ട് ഡൗൺ ചെയ്യാണ്, ഷുഗർ ആഡ് ചെയ്യാതെ കുടിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സിമ്പിളാണ് കേട്ടോ. ഇന്ന് പഴം ഇങ്ങനെ നെയ്യിൽ ഒന്ന് വഴറ്റിയെടുത്തതും പിന്നെ സിമ്പിളായിട്ട് മുട്ട ബട്ടറിൽ ഒന്ന് വറുത്തെടുത്തതുമാണ് കേട്ടോ. അപ്പോൾ ചില ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെ ആക്കാറുണ്ട്. എപ്പോഴും ഇഡ്ഡലി, ദോശ, വെള്ളയപ്പം, പുട്ട് അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ കഴിക്കാൻ എനിക്കും മക്കൾക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ കോളിഫ്ലവർ കറി ഇന്നലെ ഉച്ചയ്ക്ക് വെച്ചിരുന്നു. കുറച്ച് കോളിഫ്ലവർ ഞാൻ മാറ്റി വെച്ച്, കാരണം മോൾക്ക് കോളിഫ്ലവർ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് അവൾ ലഞ്ചിന് കൊണ്ടുപോകാൻ കോളിഫ്ലവർ ഉപ്പേരി വേണമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം കേട്ടോ. ഇത് ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ സ്റ്റീലിൻ്റെ മറ്റേ കട്ടിംഗ് ബോർഡ് വാങ്ങാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഉമ്മ പറഞ്ഞു, നമ്മുടെ അമ്മമാരെ അങ്ങനെയാണല്ലേ, ഉമ്മ പറഞ്ഞു എന്തിനാ വെറുതെ കാശ് മുടക്കി സ്റ്റീലിൻ്റെ കട്ടിംഗ് ബോർഡൊക്കെ വാങ്ങുന്നത്. ദേ ഇങ്ങനെ ഇത് ചപ്പാത്തി പരത്തണ ഈ റൗണ്ടിലുള്ള ഈ സാധനം അങ്ങനെ ഉപയോഗിക്കാറില്ല, പണ്ട് വാങ്ങിയതാണ്. ഇവിടെ വേറെ ചപ്പാത്തി പരത്തുന്ന വേറെ ഒരെണ്ണം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു. ഇത് യൂസ് ചെയ്യുന്നില്ല. ഇത് കാണാനും കുഴപ്പമില്ല, അങ്ങനെ കേടായ ഐറ്റം ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്തായി, എൻ്റെ കട്ടിംഗ് ബോർഡ് വാങ്ങാൻ പ്ലാനൊക്കെ ഒഴിവാക്കി ഇതെൻ്റെ കട്ടിംഗ് ബോർഡ് ആക്കിയിട്ടാണ്. എല്ലാവരും പറയുന്നുണ്ട് മരത്തിനേക്കാളും നല്ലത് സ്റ്റീലിൻ്റെ ഈ ഇങ്ങനത്തെ കട്ടിംഗ് ബോർഡാണ് കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസ് ഷോർട്സ് വീഡിയോസായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ തേങ്ങയൊക്കെ ചിരകി ഉപ്പേരിയൊക്കെ വെച്ചു കിട്ടാം. ഇത് ജസ്റ്റ് നമ്മൾ എണ്ണയിൽ കടുകൊന്നും പൊട്ടിച്ചിട്ടില്ല, എണ്ണയിൽ കോളിഫ്ലവർ, പച്ചമുളകും സവാളയൊന്നും ചേർത്തിട്ടില്ല. എന്നിട്ട് നമുക്ക് കുറേ നാളികേരം ചേർത്ത് കിട്ടാം, എന്നാലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ, സവാള ഒന്നും ചേർക്കാത്ത കാരണം. അപ്പോൾ മോന് നല്ല ഇഷ്ടമായി. മോനിങ്ങനെ ബട്ടറിൽ ഇങ്ങനെ മുട്ട ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ. മോൻ ഇന്ന് ലേറ്റായി എഴുന്നേൽക്കാനായിട്ട്. ഇന്ന് പതിവ് പോലെ ഉമ്മാടൊപ്പം പാല് വാങ്ങാനായിട്ട് കടയിൽ പോയിട്ടാണ് മോന്. അപ്പം ഞാൻ ഇന്ന് കഴിച്ചത് കഞ്ഞിയാണ് കേട്ടോ. കഞ്ഞി എനിക്ക് കുടിക്കാൻ ആഗ്രഹം. ഞാനിന്ന് മുട്ടയും പഴമൊന്നല്ല കഴിച്ചത്, ഞാൻ കുടിച്ചത് കഞ്ഞിയാണ്. അപ്പോൾ മോൾക്ക് മുട്ട പൊരിച്ചതും ഈ കോളിഫ്ലവർ ഉപ്പേരിയും ആണ് ലഞ്ചിന്. ഞാൻ കുറച്ച് അച്ചാറും കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ മോളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷം കുറച്ച് സമയം ഞാൻ അവന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് റിലാക്സ് ആയിട്ട് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാനൊരു ബുക്കിൽ ഇപ്പോൾ തൊട്ട് എഴുതി വെക്കും കേട്ടോ. അതേപോലെ നൈറ്റ് ആകുമ്പോഴും ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോയെന്ന് നോക്കും. ആ സമയം ഞാൻ മോനെ TV കാണുന്ന സമയം ഞാൻ ചായ കുടിക്കും കേട്ടോ. ഉമ്മ റേഷൻ കടയിൽ പോയി വന്നപ്പോൾ മോന് ഇപ്പം എന്ത് സാധനമായാലും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവനത് നോക്കണം, അല്ലെങ്കിൽ അവന് നല്ല വാശിയാണ്. അപ്പോൾ ഉമ്മയുടെ ഒരു പെറ്റെന്ന് പറയാം. അതായത് ഉമ്മ എവിടെ പോകണോ അപ്പോൾ അവനും ഉമ്മയോടൊപ്പം പോകണം. ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ എനിക്ക് മോന് ഉറങ്ങിയ ഒരു ഗ്യാപ്പിൽ എനിക്ക് കുറച്ച് സമയം കിട്ടി. അപ്പം ഞാൻ കുറേ കാര്യങ്ങൾ എഴുതി വെക്കുകയാണ്. ഇങ്ങനെ എഴുതി വയ്ക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നതിനേക്കാളും നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്കിങ്ങനെ നോട്ട് ചെയ്ത് വെക്കുമ്പോൾ ഇനി എന്തൊക്കെ ചെയ്യാനുണ്ട്, ഇനി എന്തൊക്കെ ചെയ്യണം, അങ്ങനെ നമുക്കൊരു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഇങ്ങനെ എഴുതി വെക്കുന്നത് കാരണം എനിക്ക് നല്ല ഉപകാരം കിട്ടാറുണ്ട്. കാരണം നമ്മളത് നോക്കുമ്പോൾ ഇന്ന് ആ കാര്യം ചെയ്ത് തീർത്തോ അങ്ങനെയൊക്കെ നമുക്ക് ഒരു പ്ലാനിങ് കിട്ടും. ഈ ശീലം എന്നെ പഠിപ്പിച്ചത് എൻ്റെ വാപ്പയാണ് കേട്ടോ.